നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ നയനമനോഹരമായ മറ്റൊരു സൂപ്പർ എപ്പിസോഡിലേക്ക് സ്വാഗതം. Truly a moment of pride for all of us. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്, വളരെ എക്സൈറ്റഡ് ആണ്. ആൻഡ് all to all, we are all very proud to be a part of this show. സോ ഈ 150 എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ലെവലിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വന്ന വഴി മറന്ന ശീലമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ തിരിഞ്ഞു നോട്ടം അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പിന്നിട്ട വഴിയിലേക്ക് നമ്മളൊന്ന് തിരിച്ച് നടക്കുകയാണ്. മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട് നമ്മളുടെ എല്ലാവരെയും മനസ്സിനെ പഴമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന വ്യത്യസ്തമായ ഒരു റൗണ്ട്. ആൻഡ് ഐ മസ്റ്റ് സേ മറ്റൊരു റിയാലിറ്റി ഷോയിലും ഇതുപോലൊരു റൗണ്ട് വന്നിട്ടില്ല. ഇതൊരു റൗണ്ടിനെയും റിപ്ലേക്ക് അല്ല. വി ഓൺ ദ റൈറ്റ്സ് ഓഫ് മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട്. ആൻഡ് ഈ ഒരു റൗണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്ക് ടു പാസ്റ്റ്, ലൈക്ക് നമ്മുടെ ഒരു 1970s 1980s നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ഗോൾഡൻ ഇറ, ആ ഒരു ഇറയിലെ മനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങളുണ്ട്. നോട്ട് ജസ്റ്റ് പാട്ടുകൾ മാത്രമല്ല, അന്നത്തെ കാലത്ത് നമ്മുടെ ആർട്ടിസ്റ്റിനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ എവർഗ്രീൻ ഹീറോ, നമ്മളുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രേം നസീർ സാർ, അദ്ദേഹം ശ്രീ ജയൻ സാർ, സീമ മാഡം, പൂർണിമ ജയറാം, അങ്ങനെ എത്ര സൂപ്പർ ഹിറ്റ് നടന്മാരും നടികളും അരങ്ങ് വാണിരുന്ന മലയാളം സിനിമയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഏറ്റവും നല്ല പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ടിനെ വെച്ച് ഇവർ നൃത്തം ചെയ്തിരുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. 1970s 1980s ഉള്ള കൊറിയോഗ്രാഫി തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റൈലിലായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് റീക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ്. ആ ഒരു 70s 80s റിലീസ് ചെയ്ത പാട്ടുകൾ എടുത്തിട്ട് അതിന് ആ സ്റ്റൈൽ ഓഫ് ഡാൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ഫ്രെയിം ചെയ്തത് കൊണ്ട് നമ്മളുടെ ഉദ്ദേശം വളരെ സിമ്പിളാണ്. ആ പഴമയുടെ തനിമ നമ്മുടെ കണ്ടസ്റ്റൻസ് കൈവിടരുത്, എന്നാൽ അത് പുതിയ രീതിയിൽ, പുതിയ തരത്തിൽ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും അവതരിപ്പിക്കണം, വ്യത്യസ്തമായിട്ട്. ഈ റൗണ്ട്, അതായത് മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട്, നമ്മളെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്തത് ക്വാർട്ടർ ഫൈനൽസിലാണ്. ആൻഡ് ഐ ഗെസ് പെട്ടെന്ന് മൂൺലൈറ്റ് ഹിറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മളെ പ്രജിത്തിൻ്റെയും അനീഷിൻ്റെയും പെർഫോമൻസ് ആണ്. ഇറ്റ് ഈസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദ സോങ് ദേ ചൂസ്. ഒരു മധുരക്കിനാവിൻ, ഈ പാട്ടാണ് അവർ ചൂസ് ചെയ്തത്. ആൻഡ് നമ്മൾ ഏതൊരു പബ്ലിക് ഷോ കാണാൻ പോലും, ഒരു ഗാനമേള ആസ്വദിക്കാൻ പോയാലും ഒക്കെ ഈ പാട്ട് ഇപ്പോഴും ആൾക്കാർ പാടുന്നുണ്ട്. സോ അത്രയ്ക്ക് ഹിറ്റായിട്ടുള്ള നമ്മളെല്ലാവരെയും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിന് ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്ത് പ്രജിത്തും അനീഷും ഡാൻസ് ചെയ്തപ്പോൾ എങ്ങനെയിരുന്നു? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. അധരമൃത ജലശേഖരം നയനം മദന ശിശിരാവൃതം ചിരിമണിയിൽ ചെറുകിളികൾ
ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ തേൻ വണ്ടു ഞാൻ. നമ്മളെ മൂൺലൈറ്റ് ഹിറ്റ്സ് പുരോഗമിക്കവേ നമ്മളെ അന്നത്തെ എപ്പിസോഡിലെ അടുത്ത പെർഫോമൻസിനുള്ള കണ്ടസ്റ്റൻസിനെ ഞാൻ വിളിക്കുന്നു. വന്നത് നമ്മളെ ഷമീർ ആൻഡ് വിശ്വതിയാണ്. അവരോട് ഞാൻ ചോദിക്കുന്നു ഏതാണ് മൂൺലൈറ്റ് ഹിറ്റ്സിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പാട്ടെന്ന്. അവരപ്പോൾ പറഞ്ഞു ഞാൻ രാജാ മഹാരാജ എന്ന് പറഞ്ഞു. ഉടനെ നമ്മളുടെ മാസ്റ്റർ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു ഈ പാട്ടല്ലേന്ന് മാസ്റ്റർ പാടി കേൾപ്പിച്ചു. ജസ്റ്റ് ഇമാജിൻ, തമിഴ്നാട്ടിൽ കിടക്കുന്ന നമ്മുടെ മാസ്റ്റർ കേരളത്തിൽ റിലീസ് ചെയ്ത, അതും 70s-ലും 80s-ലും റിലീസ് ചെയ്ത ഈ പാട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു റീച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. സോ ഷമീറിനെയും വിശ്വതയും സംബന്ധിച്ചിടത്തോളം മൂൺലൈറ്റ് ഹിറ്റ്സിൽ അവരുടെ പാട്ടിൻ്റെ ചോയ്സ് പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് ഷമീറും വിശ്വതയും അത് പ്രസൻറ്റ് ചെയ്ത രീതി വാസ് അമേസിങ്. ബിക്കോസ് ആ ഒരു ട്രൂ കളേഴ്സ് ഓഫ് ആ ഒരു ഇറ അങ്ങനെ തന്നെ അവർ പകർത്തിയെന്ന് വേണം പറയാൻ. ആ ഒരു വിശ്വതിയുടെ ഒരു ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്, ഷമീറിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഇടയ്ക്ക് അവർ സാക്സിഫോൺ യൂസ് ചെയ്ത് പെർഫോം ചെയ്തത് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു മൂൺലൈറ്റ് ഹിറ്റ്സിൽ ഷമീറും വിശ്വതിയും ചേർന്ന് കാഴ്ചവെച്ചത്. അവരെ കെമിസ്ട്രി ആസ് ഓൾവേസ് ഈ റൗണ്ടിലും ബിൻദാസ് വർക്കൗട്ടായി. അതുകൊണ്ട് തന്നെ നല്ല മാർക്സും അവർ സ്കോർ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ പെക്യുലാരിറ്റീസ് ഉള്ള ഈ പെർഫോമൻസ് ഒന്നുകൂടെ കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ പോകുന്നു ഒരിക്കൽ കൂടി ബാക്ക് ടു ഷമീസ് ആൻഡ് വിശ്വതീസ് പെർഫോമൻസ് ഇൻ ദെയർ മൂൺലൈറ്റ് റൗണ്ട്. ഇനി എന്ത് വേണം പൊന്നേ, ഈരേഴ് ലോകം ഇനി എന്റെ സ്വന്തം, ഇനി എന്ത് വേണം പൊന്നേ. ഞാൻ രാജാ ഹേ മഹാരാജ, ഞാൻ രാജാ ഹേ മഹാരാജ. കയ്യിലെന്നും ചെങ്കോൽ ഏന്തി നിൽക്കും സമ്രാട്ടാണയ്യോ, ഞാൻ എൻ കയ്യിലെന്നും ചെങ്കോൽ ഏന്തി നിൽക്കും സമ്രാട്ടാണയ്യോ. എന്നെന്നും കണ്ണേനിൻ ഉള്ളത്തിൽ ഞാനാടേ, ഞാൻ രാജൻ ഹൈറത്തിരാജൻ, ഈ പൂവിലൂറും തേനും നാനല്ലേ ഇനി നിന്റെ രാജൻ സഖി.
പെർഫോമൻസ് ആസ്വദിച്ച് അങ്ങനെ നിങ്ങൾ ഇരിക്കേ. ഇനി നിങ്ങൾ ആസ്വദിക്കുന്നത് ഒരു ബ്രേക്കിന് ശേഷം മാത്രമായിരിക്കും. ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. കീപ് വാച്ചിങ് അവർ സൂപ്പർ ഷോ വിച്ച് ഈസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നൃത്തത്തിൻ്റെ പുതിയ അർത്ഥതലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു പെർഫോമൻസ് ആണ് ഷിബുവും നിതീഷും, അതായത് നമ്മുടെ രമേശ് സുരേഷ് മൂൺ ലൈറ്റ് ഹിറ്റ്സിൽ കാഴ്ചവെച്ചത്. ദേവി ദേവി എന്ന ശ്രീ യേശുദാസ് ആലപിച്ച ആ മനോഹരമായ ഗാനമായിരുന്നു അവരുടെ ചോയ്സ് ഓഫ് സോങ്. ആൻഡ് ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, ഇത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എഡിറ്റ് സ്യൂട്ടിലിരുന്നപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ചേട്ടൻ വരെ പറഞ്ഞു നല്ല പാട്ടല്ലേ എന്ന്. സോ ഇങ്ങനെ ഒരു പാട്ട് ചൂസ് ചെയ്തപ്പോൾ ഷിബു ആൻഡ് നിതീഷ് അതിന് വളരെ ലൈറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ആ ഒരു ലൈറ്റായിട്ടുള്ള ഭയങ്കര ഹെവി ആയിട്ട് ഡാൻസ് ചെയ്യാതെ ഭയങ്കര ലൈറ്റായിട്ട് ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് ഭയങ്കര ലോയലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഈ പാട്ടിന് അവർ കൊടുത്തത്. അതുകൊണ്ട് തന്നെ പാട്ടും ഡാൻസും ഒട്ടും വേറിട്ട് നിന്നില്ല. ഇറ്റ് വെൻറ്റ് ലൈക്ക് യുനോ എ വെരി മെലോഡിയസ് വൺ. ആൻഡ് ഷിബു നിതീഷ് അവർക്കൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് ദേ ലുക്ക് ലൈക്ക് അവർ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്, ഒരുപോലെ തന്നെയാണ് അവർ ഡാൻസും ചെയ്യുന്നത്. രണ്ടുപേരും സ്റ്റൈലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ട് ചെയ്താലും ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ഏൽക്കേണ്ടടുത്ത് തന്നെ ഏറ്റിട്ടുണ്ട്. ഷിബു ആൻഡ് നിതീഷും മൂൺലൈറ്റ് ഹിറ്റ്സിൽ ദേവി ദേവി എന്ന ഈ ഗാനത്തിന് ചുവട് വെച്ചപ്പോൾ at the end of the day നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ I really feel like hearing the song and watching the performance once again. So here we go, ഷിബു and നിതീഷിന്റെ Moonlight Hits round. ദേവി ദേവി കവിത പാടുമ്പോ കരളിൻ കൂട്ടിലെ കിളിയുണർന്നുവോ, കരളിൻ കൂട്ടിലെ കിളിയുണർന്നുവോ, സ്വരമായി താളമായി ഗാനമായി ഒരു മെല്ലെ മെല്ലെ നീ, ഒരു മെല്ലെ മെല്ലെ നീ, ഒരു മെല്ലെ മെല്ലെ നീ. ചമ്പകത്തിൻ പൂവിതൾ പോലെ ചഞ്ചലം നിൻ പാദങ്ങൾ തൊട്ടാ, ചമ്പകത്തിൻ പൂവിതൾ പോലെ ചഞ്ചലം നിൻ പാദങ്ങൾ തൊട്ടാ, പാടുന്നു മൺതരി പോലും സഖി ഒരു കുളിർ ചൂടി. ദേവി ദേവി കാനന പൂവണിഞ്ഞു കവിത പാടുമ്പോ, കരളിൻ കൂട്ടിലെ കിളിയുണർന്നുവോ, കരളിൻ കൂട്ടിലെ കിളിയുണർന്നുവോ, സ്വരമായി താളമായി ഗാനമായി ഒരു മെല്ലെ മെല്ലെ നീ, ഒരു മെല്ലെ മെല്ലെ നീ, ഒരു മെല്ലെ മെല്ലെ നീ. വെണ്ണിലാവിൻ തോഴിമാരല്ലോ വന്നു ദശ പുഷ്പങ്ങൾ തന്നു, വെണ്ണിലാവിൻ തോഴിമാരല്ലോ വന്നു ദശ പുഷ്പങ്ങൾ തന്നു, പൂവാം കുറുന്നില ചൂടുന്നിതാ സുമംഗലി രാത്രി. ദേവി ദേവി കാനന പൂവണിഞ്ഞു കവിത പാടുമ്പോ,
മുഖം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ. ഞാൻ എന്തിനാ ഈ പാട്ട് പാടുന്നതെന്നാണോ ആലോചിക്കുന്നത്? മറ്റൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി നമ്മളുടെ ഐശ്വര്യയുടെയും നന്ദനയുടെയും മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടിലെ പെർഫോമൻസ്. അയ്യോ, നമ്മുടെ പാത്തുക്കുട്ടികൾ, വി റിയലി മിസ് ദം. ദർ ഓൾ ദ വേ ഫ്രം കാലിക്കറ്റ്. അവരെ ആ ഒരു ഭാഷയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു പ്രത്യേക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐശ്വര്യയും നന്ദനയും. വിത്ത് ഓൾവേസ് എ ചിയർഫുൾ സ്മൈൽ. ആൻഡ് ഐശ്വര്യ നന്ദന അവരും നമുക്ക് അവരെ ലഭിച്ചതും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ തന്നെയായിരുന്നു. അതിനുശേഷം ഓരോ റൗണ്ടിലും നമ്മൾ അവരെ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതലായിട്ട് കമൻസ് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്വാർട്ടർ ഫൈനൽസ് വരെ അവർ വന്നത്. പക്ഷേ അതിനുശേഷം സെമി ഫൈനൽസിലേക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല. അവർ എലിമിനേറ്റഡ് ആയിപ്പോയി. പക്ഷേ പോണ വഴിക്ക് ഈ മൂൺലൈറ്റ് ഹിറ്റ്സിൽ വളരെ നല്ലൊരു പെർഫോമൻസ് തന്നുകൊണ്ട് തന്നെയാണ് ഐശ്വര്യ ആൻഡ് നന്ദന പോയത്. അവർ പെർഫോം ചെയ്തത് ഞാൻ നേരത്തെ പാടിയ പാട്ടിലായിരുന്നു. അതിൽ ആദ്യം അവർ വന്നപ്പോൾ നല്ല പാത്തുകുട്ടികളായിരുന്നു. നമ്മുടെ മുസ്ലിം ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തട്ടും മുണ്ടൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഊരി മാറ്റിയിട്ട് നല്ല 3/4 ജീൻസൊക്കെ ഇട്ട് ഐശ്വര്യയും നന്ദനയും വന്ന് അടിച്ച് പൊളിച്ചു. സോ ഇൻ ടോട്ടൽ നമ്മുടെ മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടിൽ ഐശ്വര്യയും നന്ദനയും 2 സ്റ്റൈൽ ഓഫ് ഡാൻസ് ചെയ്തു. പഴമയുടെ തനിമ അതുപോലെ കാത്തു സൂക്ഷിച്ചു, എന്നാൽ പുതുമയുടെ ചടുല താളങ്ങളും ഉണ്ടായിരുന്നു. സെയിം സോങ് ബട്ട് 2 ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡാൻസ്. സോ ഐ തിങ്ക് ഒരു പ്രാവശ്യം കൂടെ കണ്ടാൽ തെറ്റില്ല. ഐശ്വര്യയുടെ നന്ദനയുടെയും ചിരിയും ആ പാട്ടും ആ ഡാൻസും എല്ലാം ആസ്വദിച്ചോളൂ. ആസ്വദിച്ചിട്ട് വേഗം തിരിച്ചു വന്നോളൂ. കുളിക്കുവാൻ പോറുന്ന വഴിവച്ചിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പോ കുളിക്കുവാൻ പോറുന്ന വഴിവച്ചിൽ വേലിക്കൽ നിന്നവനെ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. ഇന്ന് കരക്കാരും നമ്മ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. ഒരുമിച്ച് കളിച്ചതും ഒരുമിച്ച് വളർന്നതും ഒരു തന്നും
വരുവാൻ പോറുന്ന വഴിവക്കിൽ പേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ എന്നോട് കിന്നാരം പറഞ്ഞവനെ. അയ്യോ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഇനിയും പെർഫോമൻസസ് ബാക്കിയാണ്. പക്ഷെ നമുക്ക് ആസ്വദിക്കാം. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. കീപ് വാച്ചിങ് അവർ ഷോ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഷോ, ദാറ്റ് ഇസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. അടുത്ത പെർഫോമൻസിനെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു പാട്ടിനായാണ് നമ്മുടെ സജിത്തും അഭിഷേകും ചൂസ് ചെയ്തത്. മിഴിയോരം എന്ന പാട്ട്. 2-3 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഭയങ്കര ഒരു സ്ലോ മൂവിങ് സോങ് ആണ്. സോ ഇങ്ങനെ ഒരു പാട്ടാണ് സജിത്തിന് അഭിഷേക് ചൂസ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ വി ഓൾ വെ ലൈക്ക് എങ്ങനെ ഇവർ ഇങ്ങനെ ഒരു പാട്ടിന് ഡാൻസ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ആൻഡ് പാട്ടിനെ കുറിച്ച് തന്നെ ഞങ്ങൾ ചെറിയൊരു ഡിസ്കഷൻ നടത്തി. നമ്മളുടെ ചീഫ് ജൂറിയിലെ നമ്മളുടെ പാനലിലെ ശാന്തനുവിൻ്റെ അമ്മ, നമ്മളുടെ ഇവരുടെയും പ്രിയങ്കരിയായ ശ്രീമതി പൂർണിമ ജയറാം, അവരാണ് ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത്. സോ അതും ഈ ഒരു പെർഫോമൻസിന് മാറ്റുകൂട്ടി എന്ന് തന്നെ പറയാം. ആൻഡ് സജിത്ത് അഭിഷേകിൻ്റെ എൻട്രി ഒരു ഭയങ്കര ജെന്റിൽമെൻ ലുക്കായിരുന്നു. രണ്ടുപേർക്കും ഒരു ബോ ഒക്കെ ഇട്ടിട്ടാണ് അവർ വന്നത്. ആൻഡ് പാട്ട് തുടങ്ങി. സത്യമായിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റൈലാണ് അവർ ആ പാട്ടിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്തത്. അതിന് കറക്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, കറക്റ്റായിട്ടുള്ള പോസ്, ഇടയ്ക്ക് ലവ് ലെറ്ററിന് വേണ്ടിയിട്ടുള്ള സ്ലോ മോഷനിലെ ഫൈറ്റൊക്കെ നമ്മളെ ചിരിപ്പിച്ചു ചെറുതായിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇടയ്ക്ക് എൻ്റെ സജിത്തിന് അഭിഷേക് എന്നുള്ളൊരു വിളിയൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഓൾ ടുഗെദർ ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി എ വിഷ്വൽ ട്രീറ്റ് ഫോർ ഓൾ ഓഫ് us. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സജിത്തിന് അഭിഷേക് വീണ്ടും സ്കോർ ചെയ്ത ഒരു റൗണ്ടാണ്. ഡാൻസിൽ മാത്രമല്ല ദേ ആർ ഗുഡ് അറ്റ് ബ്രെയിൻസ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചൊരു റൗണ്ടാണ് സജിത്തിന് അഭിഷേകിൻ്റെ മൂൺലൈറ്റ് ഹിറ്റ്സ് ഡൗൺ. ആൻഡ് അൺഡൗട്ടഡ്ലി ദേ ഡിസേർവ് ഇറ്റ്. അവർക്ക് 30 മാർക്സും ലഭിച്ചു ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ, 2 പ്രാവശ്യം കണ്ടാൽ പോരാ, ഒരു 5-6 പ്രാവശ്യം കണ്ടാലും വീണ്ടും കാണാൻ തോന്നും. സോ തൽക്കാലം 5-6 പ്രാവശ്യമൊന്നുമില്ല, ഒരു പ്രാവശ്യം കൂടി കണ്ടോളൂ സജിത്ത് അഭിഷേകിൻ്റെ മൂൺലൈറ്റ് ഹിറ്റ്സ് ഡൗൺ. മിഴിയോരം ശേഷം സ്ക്രീനിൽ. നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കൊഴിഞ്ഞ കനവായി സ്വയം ഞാനൊതുങ്ങിടാം. താനേ തളർന്നു വീഴും വസന്തോത്സവങ്ങളിൽ എങ്ങോ കൊഴിഞ്ഞ കനവായി സ്വയം ഞാനൊതുങ്ങിടാ. അഴകേ സജിത്ത് അഭിഷേക് അഴകേറുമീ വനാന്തരം മിഴിനീരുമായ്ക്കുമോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം
പൂവേ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത്, ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ പോകുന്നത് നമ്മുടെ അരുൺ ബാബുവിൻ്റെയും നിത്തിൻ്റെയും മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടാണ്. അരുൺ ആൻഡ് നിത്തിൻ അവരൊരു ടോട്ടൽ പാക്കേജാണ്. അവർ രണ്ടുപേരും മാത്രമേ ഓൺ സ്റ്റേജ് വന്ന് പെർഫോം ചെയ്യുന്നുള്ളൂ എങ്കിൽ കൂടെ അവരുടെ ഫാമിലി, അമ്മ, അനിയത്തി, ഇവരുടെയൊക്കെ അത്ര ആക്റ്റീവ് അല്ലാത്ത പാർട്ടിസിപ്പേഷൻ അവരുടെ എല്ലാ പെർഫോമൻസിലും ഉണ്ടാവാറുണ്ട്. മൂൺലൈറ്റ് ഹിറ്റ്സിൽ അവർ ചൂസ് ചെയ്ത പാട്ട് മേലെ പൂമല താഴെ തേനല കാറ്റേവാ എന്നുള്ള പാട്ടായിരുന്നു. ഈ പാട്ട് ഫാമിലി സജഷനാണ് എങ്കിൽ കൂടെ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട് സ്റ്റേജസിൽ. സോ അരുൺ ആൻഡ് നിത്തിൻ ആ പാട്ട് എടുത്തപ്പോൾ ഐ ഫെൽ ലൈക്ക് വാവ്. ആൻഡ് തീർച്ചയായിട്ടും ആ വാവ് എന്നുള്ളൊരു ഇമോഷന് ഒട്ടും കുറവ് വരുത്താതെ തന്നെ അവരത് പെർഫോം ചെയ്തു. രണ്ടുപേരും ഒരു ജയൻ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പെർഫോം ചെയ്തത്. ആൻഡ് കറക്റ്റ് ആ ഒരു 70s 80s അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു തലയാട്ടും എല്ലാം വളരെ ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ അവർ ആ പെർഫോമൻസിൽ കാഴ്ചവെച്ചു. എല്ലാ റൗണ്ടുകളിലും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയോടുകൂടി വന്ന് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് അരുൺ ആൻഡ് നിത്തിൻ. അതുകൊണ്ട് തന്നെ സോഫാർ അവരുടെ ജേർണി പ്രിറ്റി സേഫാണ്. അവരിനിയും മുന്നോട്ട് പോകും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? പോകുമല്ലേ? എന്തായാലും അതിലേക്കൊക്കെ കിടക്കാം. പക്ഷെ തൽക്കാലം അവരെ പെർഫോമൻസ് ഒന്നുകൂടി ആസ്വദിച്ചോളൂ. താഴെ തേനല കാത്തേവാ കാലപ്പും കന്നിക്ക് പളങ്കു കോക്കും നിലാവിൻ മഞ്ചലിൽ കാത്തേവാ നിവാ നിവാ. കണിപ്പൂചുടി കളിയോടം തുഴഞ്ഞു നീ അരികിൽ വാ, വെളിപ്പട്ടു വേണ്ടേ താളമേളം വേണ്ടേ വേണ്ടേ സൂര്യകാന്തി മലത്താലി വേണ്ടേ കൺമണി പാടു പാടു നീ ചിങ്ങത്തേ നീവാ നീവാ നീവാ. മേലെ പൂമല താഴെ തേനല കാത്തേവാ പാലപ്പും കനക്ക് പളങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാത്തേവാ നിവാ നിവാ. മേലെ പൂമല താഴെ തേനല കാത്തേവാ പാലപ്പും കനിക്ക് പളങ്കു കോർക്കും നിലാവിൻ മഞ്ചലിൽ കാത്തേവാ
ബ്രേക്ക് പറയുമ്പോൾ എൻ്റെ ഒരു വലിയ മൈക്കുണ്ടാവും. ഇന്നൊന്നുമില്ല, ഐ എം ഫ്രീ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബ്രേക്ക് കൂടെ പറയുന്നു. കീപ് വാച്ചിങ് അവർ ഷോ. ഐ വിൽ സീ യു ആഫ്റ്റർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. ദിസ് ഈസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. അങ്ങനെ വളരെ മനോഹരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, നിങ്ങൾ ഒരിക്കൽ കൂടി ആസ്വദിക്കാൻ പോകുന്നത് നമ്മളുടെ റിസ്ക്കായ നമ്മുടെ റെൻസോൻ്റെയും ഷിനിയുടെയും മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടാണ്. ഒരിക്കൽ കൂടി വീണ്ടും എനിക്ക് ഇവരെ രണ്ടുപേരെ പറ്റി പറയാൻ തോന്നുന്നു. കാരണം ഈ ഒരു ഫ്ലോറിൽ ഒരുപാട് അത്ഭുതങ്ങൾ, സ്വന്തം ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് റെൻസോ ആൻഡ് ഷിനി. അവരുടെ എക്സ്പ്രഷൻ റൗണ്ടിൽ ഷിനി ഇവിടെ ഹാങ്ഡ് ആയതും അങ്ങനെ ഒരുപാടുണ്ട്. പറയാൻ നിന്നാൽ ഒരുപാടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ റൗണ്ടിലും എന്തെങ്കിലും ഒരു ബോംബ് അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. സോ ഈ പ്രാവശ്യം ഒരു ബോംബൊന്നും ആയിരുന്നെങ്കിലും കണ്ടിരിക്കാൻ രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു മൂൺലൈറ്റ് ഹിറ്റ്സ്. ആൻഡ് തനി നാടൻ ഒരു പാട്ട്, തനി നാടൻ ഒരു സെറ്റപ്പ്, ഒരു കുടില്, ഒരു സൈക്കിള്, ഒരു തത്ത ഇരിക്കുന്ന കൂട്, പിന്നെ നമ്മുടെ റെൻസോയുടെയും ഷിനിയുടെയും ഔട്ട്ഫിറ്റ്. റെൻസോ ഒരു ലുങ്കിയും ഒരു ബനിയനും ഒക്കെ ഇട്ട്, ഷിനി ആണെങ്കിൽ ഒരു മുണ്ടും ഒരു ബ്ലൗസും ഒരു തോർത്തൊക്കെ എടുത്ത് തനി നാടൻ ആയിട്ട് തന്നെയാണ് മൂൺലൈറ്റ് ഹിറ്റ്സിൽ അവർ പെർഫോം ചെയ്തത്. ആൻഡ് ആസ് ഓൾവേസ് അവർ ഈ റൗണ്ടിനോടും 100% നീതി പുലർത്തി. 100% മാർക്ക് കിട്ടിയോ എന്ന് ഐ ഡോണ്ട് റിമെമ്പർ, ബട്ട് പെർഫോമൻസ് ഞാൻ ഓർക്കുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ദാറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. സോ റെൻസോ ആൻഡ് ഷിനിയുടെ മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട് ഒന്ന് കണ്ടാലോ? കാണാം, കണ്ടോളൂ, ആസ്വദിച്ചോളൂ. വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ. വന്നാട്ടെ ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ. നെഞ്ചിലിരിക്കണ തേനുണ്ണാൻ, പ്രേമത്തിന്റെ വിരുന്നുണ്ണാൻ വന്നാട്ടെ. കൊഞ്ചിക്കുഴയാൻ നിൽക്കാതെ, കൊല്ലാക്കൊല നീ ചെയ്യാതെ വന്നാട്ടെ. സുന്ദരിയോടന്നുള്ളിലെ അനുരാഗമറിയിക്കുമോ? നീ ആടിപ്പാടി ചമഞ്ഞു മിനുങ്ങി കുണുങ്ങി കുലുങ്ങി മയങ്ങി ഒരുങ്ങി ഇറങ്ങി വന്നാട്ടെ, വന്നാട്ടെ. കുരങ്ങി കാട്ടുകുരങ്ങി കൂട്ടിനു പോകാമോ? പ്രാണപ്രിയയോടെന്റെ മനസ്സിലെ പ്രണയമറിയിക്കുമോ? നീ ആടിപ്പാടി ചമഞ്ഞു മിനുങ്ങി കുണുങ്ങി കുലുങ്ങി മയങ്ങി ഒരുങ്ങി ഇറങ്ങി വന്നാട്ടെ, വന്നാട്ടെ, വന്നാട്ടെ. ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ. നെഞ്ചിലിരിക്കണ തേനുണ്ണാൻ, പ്രേമത്തിന്റെ വിരുന്നുണ്ണാൻ വന്നാട്ടെ. കൊഞ്ചിക്കുഴയാൻ നിൽക്കാതെ, കൊല്ലാക്കൊല നീ ചെയ്യാതെ വന്നാട്ടെ, വന്നാട്ടെ. ഓ മൈ ഡിയർ ബട്ടർഫ്ലൈ, മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ.
next up your way is വിനോദനാത്തിര. നമ്മൾക്ക് നമ്മളുടെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയാണ് വിനോദിനെയും ആതിരയും ലഭിച്ചത്. ആൻഡ് അവർ ഫസ്റ്റ് ഈ സ്റ്റേജിൽ വന്ന് നിന്നപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ വൈകിയാണെങ്കിലും നമ്മളെ ഷോയിൽ വന്ന് ചേരാൻ സാധിച്ചതിലുള്ള എക്സൈറ്റ്മെൻറ്റ് രണ്ടുപേരുടെയും ഫേസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ആൻഡ് അവരുടെ പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ ആതിര ഇസ് ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസർ. ആതിരയുടെ ചിരി, ആതിരയുടെ ഒരു നോട്ടം, ഇതിനൊക്കെ ഒരു ക്ലാസിക്കൽ സ്ലാങ് ഉണ്ട്, ഒരു ക്ലാസിക്കൽ സ്റ്റൈലുണ്ട്. ആൻഡ് വിനോദ് ഇസ് വെരി പാവം ഗൈ. എപ്പോഴും ഓരോ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. ഐ സിറ്റ് വിത്ത് ദ കണ്ടസ്റ്റൻസ് ഓൾവേസ്. സോ അവിടെ വന്നിരിക്കുമ്പോൾ വിനോദ് എന്നോട് പേഴ്സണലി ചോദിക്കും, നന്നായിക്കണാ, എങ്ങനെയുണ്ടായിരുന്നു, നന്നായിക്കണാ, ഇഷ്ടപ്പെട്ടാ എന്നെപ്പോഴും വിനോദ് എന്നോട് ചോദിക്കാറുണ്ട്. ഹീസ് എ വെരി ഇന്നസെൻറ്റ് ഗൈ. ആൻഡ് ഇവർ രണ്ടുപേരും നൃത്തത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. ഇൻഫാക്ട് ഇവിടെ പെർഫോം ചെയ്യുന്ന ഓരോ ഡാൻസിനും കൊറിയോഗ്രാഫി ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് ട്രാവലൊക്കെ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇത്രയും വരാൻ സാധിച്ചത്. ആൻഡ് വി ആർ വെരി ഹാപ്പി ടു ഹാവ് ദം വിത്ത് അസ് സ്റ്റിൽ നൗ. വിനോദ് ആൻഡ് ആതിര അവരുടെ മൂൺലൈറ്റ് ഹിറ്റ്സിൽ പെർഫോം ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. എഗെയിൻ ആ ഒരു 70s 80s വളരെ മനോഹരമായൊരു പാട്ടെടുത്തു. ആൻഡ് വിനോദ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നമ്മുടെ ജയൻ സ്റ്റൈൽ റെഡ് ഷർട്ട് വൈറ്റും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ആ ഒരു ഷർട്ടും, ആതിര അവളുടെ സൽവാർ, ഹെയർ സ്റ്റൈല്, ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആ ഒരു ഇറക്കി മാച്ചായിരുന്നു വിനോദിൻ്റെയും ആതിരയുടെയും മൂൺലൈറ്റ് ഹിറ്റ്സിൽ അവർ പെർഫോം ചെയ്തത്. ആൻഡ് ഐ ഗെസ് നല്ല മാർക്സും കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് ജഡ്ജസ് തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് ചില കമൻസ് ഒക്കെ അവരെ പറ്റി പറഞ്ഞിരുന്നു. ബട്ട് ഓൾ ഇൻ ഓൾ ദാറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. അവർ ചില സ്ലോ മോഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ കറക്റ്റ് ആ ഒരു 70s 80s റിലീസ് ചെയ്ത സിനിമകളിലെ പാട്ടുകൾ നോക്കിയാൽ അറിയാം, ഒരു സ്ലോ മോഷൻ മൂവ്മെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വിനോദൻ ആതിര എടുത്തു. പെട്ടെന്ന് അവരുടെ പെർഫോമൻസിനെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എങ്ങനെ ഉണ്ടായിരുന്നു അവരെ മൂൺലൈറ്റ് ഹിറ്റ്സ് എന്ന്. സോ there you go, വിനോദ് ആൻഡ് ആതിര. സ്വരരാഗം എന്നും എന്നിൽ നിന്നിൽ തൂവും തേനല്ലയോ. പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നും പൊൻ തിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു. ഉണരു നീ വീണു ചൊരിയു നീ രാഗം, ഉണരു നീ വീണു ചൊരിയു നീ രാഗം. கொஞ்சம் நின் இன்பம் என் நெஞ்சில் வீண மூலம் வீணம் பாடும் ஈராவில்
എൻ മോഹം ചൂടും തെന്നൽ കരളിച്ചിന്നും പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടും ഉണരു നീ വീണ ചൊരിയു നീ രാഗം ഉണരു നീ വീണ ചൊരിയു നീ രാഗം മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടിൽ കുറേ നല്ല ഗാനങ്ങളും അതിനോടൊപ്പം ചുവട് വെച്ച നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസും ആസ്വദിച്ചുകൊണ്ടിരിക്കെ നമ്മൾ പോകുന്നു ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്കിലേക്ക്. കീപ് വാച്ചിങ് അവർ ഷോ. ദിസ് ഇസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ടാനിയുടെയും ഗീതുവിൻ്റെ പെർഫോമൻസ് ആണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. ആൻഡ് ടാനിയ ആൻഡ് ഗീതുവിനെ പറ്റി പറയുകയാണെങ്കിൽ, ടാനിയ ഇനീഷ്യലി വന്നപ്പോൾ ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ കുറച്ച് ഷൈ ആയിരുന്നു. സ്പെഷ്യലി ടാനിയ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞിട്ട് അത് എൻറ്റയർലി കംപ്ലീറ്റ് ആവാണ്ട് പെട്ടെന്ന് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പാനൽ പറഞ്ഞ് തിരുത്തി കറക്റ്റ് ആക്കി എടുത്തു. ആൻഡ് ടാനിയ ഇസ് പ്രിറ്റി സ്മാർട്ട് നൗ. ആൻഡ് ഗീതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗീതു കുറച്ച് ഡോമിനേറ്റിംഗ് ആണ്. ഷീ ഈസ് ലിറ്ററലി എ പ്രൊഫഷണൽ ഡാൻസർ ആൻഡ് ഷീ ഈസ് എ വെരി ഗ്രേസ്ഫുൾ ഡാൻസർ. ഡാൻസ് അവളിലുണ്ട്. ആൻഡ് ഗീതു കുറച്ച് ഒരു ആണത്വമുള്ള ഒരു പെൺകുട്ടിയാണ്. ഐ ലവ് ദാറ്റ് സോർട്ട് ഓഫ് ഗേൾസ്. ആൻഡ് ഗീതുവും ടാനിയും കൂടെ ചേർന്ന്, അവർ ഗേൾ പെയർ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഡ്യുവറ്റ് പെർഫോമൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഡ്യുവറ്റ് പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഒരാൾ മെയിൽ ആവണം, ഒരാൾ ഫീമെയിൽ ആവണം. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. സോ ഇവിടെ കറക്റ്റായിട്ട് നമ്മളെ ഗീതുവിന് ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഗീതു സെലക്ട് ചെയ്തത്. ഷീ ചേഞ്ച് ഹർ സെൽഫ് ടു എ മെയിൽ ഔട്ട്ഫിറ്റ്. ആൻഡ് ടാനിയ പക്ക ഒരു ജിൽ ആ ഒരു പഴയ 70s 80s ഒരു ജിൽ സ്റ്റൈൽ വിത്ത് ഗോൾഡൻ ഹെയർ. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഗീതു ആണെങ്കിൽ ഒരു മെയിൽ അറ്റയർ, കൊമ്പൻ മീശയൊക്കെ വെച്ച് ഒരു കറുത്ത വിഗൊക്കെ വെച്ചിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഔട്ട്ഫിറ്റ്. ആൻഡ് ടാനിയ ഗീതു വളരെ സ്മാർട്ടായിട്ട് പെർഫോം ചെയ്തു. യൂഷ്വലി അവർക്ക് എപ്പോഴും പെർഫോമൻസ് വെച്ചാൽ ചെറിയൊരു ടെൻഷനോടുകൂടിയാണ് അവർ രണ്ടുപേരും നിൽക്കാറ്. പക്ഷേ അന്ന് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആ കോൺഫിഡൻസ് അവരുടെ പെർഫോമൻസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാനൽ 100% ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ അവർക്ക് 3 പാനൽസും 10/10 കൊടുത്തു. അതുകൊണ്ട് തന്നെ അവരുടെ ടോട്ടൽ സ്കോർ 30/30 ആയി. സോ ഡെഫിനറ്റ്ലി ടാനിയ ആൻഡ് ഗീതുവിനും അത് കണ്ടിരുന്ന നമ്മൾക്ക് എല്ലാവർക്കും വളരെ സ്പെഷ്യലായിട്ടൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട്. പറഞ്ഞു മതിയായി. എനിക്കിനി ആ പെർഫോമൻസ് ഒന്ന് കണ്ടേ പറ്റൂ. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ടാനിയ ആൻഡ് ഗീതുസ് മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ട്. ചന്ദനശിലകളിലമ്പിളി തഴുകിയ തീരം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ. യൗവനലഹരികൾ പൂക്കളമെഴുതിയ പ്രായം, ചുംബനരസലയ സംഗമരതി സുഖജാലം, മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം, മണ്ണിലീ ജീവിതം നമ്മൾ കൊണ്ടാടണം. ജീവിതമുലകിൽ പായുമ്പോഴും യൗവനമുടലിൽ മേയുമ്പോഴും നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം, നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം. യൗവനലഹരികൾ പൂക്കളമെഴുതിയ പ്രായം, സുന്ദര സുരഭിലമാരുതനൊഴുകിയ നേരം, മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം, എന്നും ഈ മണ്ണിലെ സ്വപ്നജാലം വരൂ.
പറക്കുന്നൊരീ നന്ദനവനിയിൽ ഇന്നിതൾ പൊഴിയും മലത്തുമ്പിലും മധുകിനിയും നിറം മങ്ങിനും വെയിൽ പൂവിനും കുങ്കുമരാഗം വെൺമുകിലേന്തും നഖപ്പാടിനും രതിമധുരം എന്നും ഈ മണ്ണിലെ പുഷ്പകാലം വരൂ മണ്ണിലീ ജീവിതം നമ്മൾ കൊണ്ടാടണം യൗവന ലഹരികൾ പൂക്കളമെഴുതിയ പ്രായം ചുംബന രസലയ സംഗമരതി സുഖജാലം മണ്ണിലീ ജീവിതം നമ്മൾ പന്താടണം മണ്ണിലീ ജീവിതം നമ്മൾ കൊണ്ടാടണം ജീവിതമുലകിൽ പായുമ്പോഴും യൗവനമുടലിൽ മേയുമ്പോഴും നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം നമ്മളാ വേളയിൽ നിറവീഞ്ഞാകണം അങ്ങനെ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ സംഭവ ബഹുലമായ മറ്റൊരു തിരഞ്ഞു നോട്ടം കൂടെ ഇവിടെ അവസാനിക്കുന്നു. ദിസ് എപ്പിസോഡ് വാസ് പ്രിറ്റി സ്പെഷ്യൽ ഫോർ ഓൾ ഓഫ് us ബിക്കോസ് ഡാൻസ് മാത്രമായിരുന്നില്ല, നമ്മളുടെ ആ ഒരു ഓൾഡസ്റ്റ് ഗോൾഡ് എന്ന് എപ്പോഴും ഉറക്കെ പറയുന്ന മലയാളികൾക്ക് ഒരു ട്രീറ്റ് കൂടിയായിരുന്നു. ബിക്കോസ് ഒരുപാട് നല്ല പാട്ടുകൾ കൂടി ഈ ഡാൻസ് പെർഫോമൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു. സോ ഇതെല്ലാമായിട്ട് കുറേ നല്ല പെർഫോമൻസുമായിട്ട് കുറേ നല്ല ഫൺഫുൾ മൊമെൻറ്റ്സുമായിട്ട് നമ്മളുടെ ഏറ്റവും ബെസ്റ്റസ്റ്റ് പെർഫോമൻസസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. കാത്തിരിക്കുക വെറും 24 മണിക്കൂർ. I'll see you tomorrow sharp at 7:30 p.m. Keep waiting for me. This is Chinu Nasi saying a pretty goodbye.